ഇന്ന് നമ്മൾ പോകുന്നത് ഛത്തീസ്ഗഡിലെ ചെറിയ ജില്ലകളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദന്തേവാഡ ജില്ലയിലേക്കാണ്. പ്രകൃതി വൈവിധ്യങ്ങളാൽ നിറഞ്ഞതും മാ ദന്തേശ്വരി എന്ന പുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രവും ഉൾപ്പെടുന്ന ജില്ല. മാതാ സതീദേവിയുടെ പല്ല് ഇവിടെ വീണതായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് മാ ദന്തേശ്വരി മന്ദിർ എന്നറിയപ്പെടുന്നതും ദന്തേവാഡ എന്ന സ്ഥലനാമത്തിലും അതറിയപ്പെടുന്നത്. ലിസീസ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ബിജാപൂർ, സുക്മ, ബസ്തർ എന്നീ അതിരുകൾ പങ്കിടുന്ന ഈ ജില്ല 1998 ബസ്തർ ജില്ലയിൽ നിന്നും രൂപീകൃതമായ ദന്തേവാഡ നിരവധി ചരിത്രപരമായ പ്രാധാന്യത്തോടും മനോഹരമായ കാഴ്ചകളോടും കൂടി സ്ഥിതി ചെയ്യുന്നു. നിരവധി പർവ്വതനിരകൾ, താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ, നിബിഡ വനങ്ങൾ എന്നിവയാൽ സമൃദ്ധമാണ് ദന്തേവാഡ. ഇവിടുത്തെ മലനിരകൾ ഇരുമ്പിൻ്റെ അംശം കൂടുതലായി അടങ്ങിയിട്ടുള്ളതാണ്. ഇന്ദ്രാവതി, സംഗണി, ഡങ്കണി എന്നീ നദിയിലെ ജലം കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു. 3410 സ്ക്വയർ കിലോമീറ്ററിൽ ഛത്തീസ്ഗഡിലെ ചെറിയ ജില്ലകളിൽ മൂന്നാം സ്ഥാനത്താണ്. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 3.5 ലക്ഷം മാത്രമാണ്. ഭാഷാ വൈവിധ്യം കൊണ്ടും പ്രസിദ്ധമാണ് ഇവിടം. ഹൽബി, ഗോണ്ടി, ഛത്തീസ്ഗഡി, ഹിന്ദി എന്നീ ഭാഷകളാണ് പ്രധാനമായും സംസാരിക്കുന്നത്. 1000 പുരുഷന്മാർക്ക് 1023 സ്ത്രീ എന്നതാണ് ഇവിടുത്തെ സ്ത്രീ പുരുഷ അനുപാതം. ബൈലാഡില പർവ്വതനിരകൾ ഇവിടെയാണ്. ബൈലാഡിലയിലാണ് ഏറ്റവും വലിയ ഇരുമ്പയിര് ഖനി പ്രവർത്തിക്കുന്നത്. ബൈലാഡില എന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാലൂക്യ രാജവംശം ബസ്തർ ഭരിച്ചിരുന്ന കാലത്ത് ദന്തേവാഡയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ദന്തേവാഡ പ്രധാനമായും ഗോത്രവർഗ സംസ്കാരത്തിന് പേരുകേട്ടതാണ്. മുറിയ, ഭണ്ഡാമി മരിയ ഗോത്രവിഭാഗങ്ങളാണ് പ്രധാനമായും ഇവിടെ വസിക്കുന്നത്. തനതായ ആചാരങ്ങളും ആഘോഷങ്ങളും ഇവർക്ക് സ്വന്തമായി ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവങ്ങളിലൊന്നായ ബസ്തർ ദസറ ദന്തേശ്വരി ശക്തിപീഠത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദന്തേശ്വരി ക്ഷേത്രം 14ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ബൈലാഡില മലനിരകളിൽ 3000 അടി ഉയരത്തിൽ ഗണപതിയുടെ കല്ലിൽ കൊത്തിയെടുത്ത ഒരു വിഗ്രഹമാണ് ധോൽക്കൽ ഗണേഷ്. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടേക്കുള്ള ട്രെക്കിംഗ് ഒരനുഭവം തന്നെയാണ്. ഫുൽപാഡ് വെള്ളച്ചാട്ടം, സാധുധാര വെള്ളച്ചാട്ടം എന്നിവ പ്രധാനപ്പെട്ട കാഴ്ചകളാണ്. ബർസൂർ ക്ഷേത്രങ്ങളുടെയും തടാകങ്ങളുടെയും നഗരം. ഇരട്ട ഗണപതി വിഗ്രഹം, മാമഭാഞ്ച ക്ഷേത്രം, ചന്ദ്രാദിത്യ ക്ഷേത്രം, ബട്ടിസ ക്ഷേത്രം എന്നിവയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മഴയെ ആശ്രയിച്ചാണ് പ്രധാനമായും ഇവിടുത്തെ കൃഷി. നെല്ല്, ചോളം, റാഗി, കൊടോ, കുടുക്കി എന്നിവ പ്രധാനമായി കൃഷി ചെയ്യുന്നു. പയർവർഗ്ഗങ്ങൾ, എണ്ണക്കരുക്കൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയും കൃഷിയുണ്ട്. പരമ്പരാഗതമായ കൃഷിരീതിയാണ് പലയിടത്തും നിലനിൽക്കുന്നത്. ജലസേചന പരിമിതി കൃഷികളെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭരണനിർവഹണത്തിനായി ജില്ലാ ഭരണകൂടവും മറ്റ് ഭരണ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നു. 5 തഹസീൽ ആയി തിരിച്ചിട്ടുണ്ട്. ദന്തേവാഡ തഹസീൽ, ഗീതം തഹസീൽ, കാദേ കല്യാൺ തഹസീൽ, കൂവക്കൊണ്ട തഹസീൽ, ബഡേ ബച്ചേലി തഹസീൽ. 4 ബ്ലോക്കുകൾ, 143 ഗ്രാമപഞ്ചായത്തുകൾ, ഒരു ജില്ലാ പഞ്ചായത്ത്. 2011 സെൻസസ് അനുസരിച്ച് ദന്തേവാഡ ജില്ലയുടെ സാക്ഷരതാ നിരക്ക് 42.12% ഇത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെയും ഇന്ത്യയുടെയും തന്നെ ശരാശരി സാക്ഷരതാ നിരക്കിനേക്കാളും കുറവാണ്. വിദ്യാഭ്യാസ പുരോഗതിക്കായി നിരവധി പ്രോഗ്രാമുകൾ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. ദന്തേവാഡ ഒരു ആത്മീയ കേന്ദ്രവും സാംസ്കാരിക നിധിയുമാണ്. ഗോത്രവർഗ ജീവിതാനുഭവങ്ങൾ, പുരാതന ക്ഷേത്രങ്ങൾ, പ്രകൃതി ഭംഗി എന്നിവ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദന്തേവാഡ ഒരു മികച്ച യാത്രാ ലക്ഷ്യമാണ്. ഈ ദന്തേവാഡയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. ഛത്തീസ്ഗഡിനെ കുറിച്ചുള്ള മനോഹരവും ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ കിട്ടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത ഒരു ജില്ലയുടെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബൈ.